അപ്പൊ എടുത്തു മറ്റേ സാധനം, അവിടെ നിങ്ങോട്ട് ഫ്രീ, ഇവിടുന്ന് അങ്ങോട്ടും ഫ്രീ ആണല്ലോ. ഇന്ന് ഒരുത്തന്റെ കയ്യിൽ 5 മൊബൈലാണ്. 5 എണ്ണം, 2 എണ്ണം പെയിന്റിന്, 3 എണ്ണം ടീച്ചറിൽ, 2 എണ്ണം കയ്യിൽ, ഒന്ന് ഇവിടുന്ന് കേ, ഒന്ന് ഇവിടുന്ന് പി. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ കയ്യിൽ ഒരെണ്ണം പോലെ. അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചു ഉസ്താദിന്റെ ഈ മൊബൈൽ ഏതാണ്? ഞാൻ പറഞ്ഞു എന്റെ ഐഡിയ. ഓ, ഒരു മാസം എത്ര രൂപ കയറ്റും? ഞാനിത് ഈ പ്രീപെയ്ഡ് 100, 100, 200 ആവശ്യം കുറച്ച് വിളിക്കണുള്ളൂ. എന്നാൽ എനിക്കാകെ ഈ 5 മൊബൈലിനും കൂടി ഒരു മാസം 50 റുപ്യയിലുള്ളൂ. ഞാനില്ലാതെ എന്നെ രാജ്യം അമ്മയുള്ളൂ. അതിന്റെ ഇത് എന്റെ ഭാര്യയെ വിളിക്കാൻ മാത്രം. ഇതൊന്നും ഭാര്യയെ വിളിച്ചാലും ഭാര്യ ഇതൊന്ന് വിളിച്ചാലും ഫ്രീയാ. ഇത് എന്റെ മോൾക്ക് വിളിച്ചാലാ 2 സിം കാർഡ് ഒന്നാ, അതിന് ഇതിലേക്ക് വിളിച്ചാൽ ഫ്രീയാ. മൂപ്പയ്ക്ക് എല്ലാം ഫ്രീയാ. നമ്മുടെ ഈ ഒരെണ്ണത്തിനകത്ത കാശ് ഫ്രീ ഇല്ലേതാണ്. ഇമാതിരി 5, 6 മൊബൈലൊക്കെ കൊണ്ടുപോയി നടക്കുന്ന ഈ കാലഘട്ടത്തില് ഇപ്പൊ മൊബൈൽ ഗീബത്താണ്, മൊബൈൽ നിയമത്താണ്, മൊബൈൽ ഫസാദാണ്, മൊബൈൽ ചാറ്റിംഗ് ആണ്, മൊബൈൽ ഇന്റർനെറ്റ് ചാറ്റിംഗ് ആണ് ദൈവത്തിന് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ടെക്നോളജികൾ അഡ്മിറ്റ് ചെയ്തു. എല്ലാവരും മൊബൈൽ വിളിച്ചിട്ട് പറയാ, അറിഞ്ഞില്ലടി ഐസ കുട്ടിയെ നബീസാത്തൊക്കെ ഇപ്പൊ ഞാൻ വിളിച്ചിരുന്നു, അമ്പവണ്ടക്ക തകർന്നുകൊണ്ടിരിക്കുക ചാവട്ടെ എന്ന് വിളിച്ചു പറയാ. ഇനി മഗ്‌രിബ് ഇശാസ്കാരത്തിന്റെ ഇടയിൽ റാത്തീബ്, ഹദ്ദാദ്, കുതുബിയത്ത്, മാല, മൗലൂദ് ഇതൊക്കെ ചെല്ലുന്നത് ഏർപ്പാടുണ്ടായിരുന്നു. മോനെ നബീസത്ത് മാല ഈ കണ്ടില്ലല്ലോ. അങ്ങനെ ഒരു സാധനമുള്ളതാ പറഞ്ഞിട്ടല്ല. കണ്ടാ ഉദാഹരണം, അവരെ കുറ്റം പറയല്ല, ഇതാണ് അവസ്ഥ. അതേ സ്ഥാനത്ത് 7 മണി മുതൽ 9 മണി വരെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ടിവിയിൽ എത്ര ചാനലിൽ എത്ര സീരിയലുണ്ട് എന്ന് കേട്ടാൽ മലക്കുകളുടെ പേര് പറയാൻ അറിയാത്ത കുട്ടികൾ എണ്ണി പറയും. 9:30 മറ്റോത്തിന് ആ മാനസപുത്രി, ഇവിടെ പുത്രി, ആ പുത്രി, ഈ പുത്രി ഒക്കെ ഇങ്ങനെ പറയാ. എന്റെ ഇങ്ങടി കുട്ടികളെല്ലാവരും അങ്ങനെ തന്നെ. ആരുമില്ല, കാരണം സംസ്കാരം എങ്ങനെ ആയിപ്പോയി. ഞാനില്ലാതെ ബംഗ്ലാവിലേക്ക് മാറ്റി പോകുന്നു. ഒരു ദിവസം ഞാൻ അടുത്ത വീട്ടിൽ ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന ദിവസത്തിൽ ഞാൻ ഇടയ്ക്ക് വീട്ടിലുണ്ടാവും. അപ്പൊ അയൽപക്കത്തേക്കൊക്കെ ഒന്നൊരു ബന്ധം വേണ്ട. അയൽപക്കത്തായിട്ട് ഒരു ഫോണിൽ വിളിച്ചു ചോദിച്ചു, മോനെ വാപ്പ വന്നു വെച്ചു. വാപ്പ വന്നിട്ടുള്ള സ്ഥലമാണ്. ഉമ്മ വെച്ചു. ഉമ്മ അവിടെ റൂമിലാണ്. ഒന്ന് കൊടുക്കണം മോനെ, ഒരു കാര്യം പറയണമെന്ന്. അതിപ്പോ വിളിച്ചിട്ട് കാര്യമില്ല സാർ, 9:30 മണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയാണ്. അതെന്ത് വെച്ചു? അതിപ്പോഴേ ഇന്ന് എന്താ എലിമിനേഷൻ റൗണ്ടാണ് പറഞ്ഞു. എന്താ അത് സാധനം? അത് ചെറിയ പയ്യൻ പറയാ. അവരൊക്കെ ബുദ്ധി എങ്ങനെയാണ്? നമ്മളെ കുട്ടികളുടെ ബുദ്ധി അറിയണമെങ്കിൽ ഒരു ചെറിയ പണിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലിരിക്കണ മൊബൈൽ വെല്ലേറ്റ് കൊടുത്തിട്ട് പറയാം, ഇതൊന്ന് മോനെ ഒന്നാകെ ഇട്ടിട്ട് പൊളിച്ചിട്ട് അവന്റെ കയ്യിൽ കൊടുത്ത് 10 മിനിറ്റ് കൊണ്ട് മൂപ്പരെ ക്ലിയർ ആക്കി ഇങ്ങോട്ട് കയറി. നമ്മൾ ഞെട്ടിപ്പോവും, അവരെ വിവരമില്ല. അത്ര വിദഗ്ധര. അപ്പൊ ഇന്ന് എലിമിനേഷൻ റൗണ്ട് ആയതുകൊണ്ട് ഉമ്മ ശരത് സാറിന്റെയും MG സാറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിയുടെയും മുമ്പിൽ ഇരിക്കുക. ഇപ്പൊ ആരും വിളിച്ചിട്ടും കാര്യമില്ല. 9:30 മണി കഴിഞ്ഞ് വിളിച്ചപ്പോ പിന്നെ പറഞ്ഞു, ഇപ്പൊ പട്ടൂർമാലി കഴിയാതെ ഇനി വിളിക്കരുത് ഉസ്താദെ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഞാൻ പറയുന്നത് നിങ്ങളോട് TV കാണണ്ടാന്ന് പറയുന്ന മുസ്ലിയാരല്ല ഞാൻ. ഇന്റർനെറ്റ് നോക്കരുതെന്ന് പറയുന്ന സംസ്കാരം ഇസ്ലാമിലില്ല. റേഡിയോ കേൾക്കരുതെന്ന് പറയുന്നതില്ല. പക്ഷെ ഇസ്ലാം ഇതിനൊക്കെ പറഞ്ഞത് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ടിവിയിൽ ഹറാമുണ്ട്, ടിവിയിൽ ഹലാലുണ്ട്. ഇന്റർനെറ്റിൽ ഹറാമുണ്ട്, ഇന്റർനെറ്റിൽ ഹലാലുണ്ട്. മൊബൈലിൽ ഹറാമുണ്ട്, മൊബൈലിൽ ഹലാലുണ്ട്. അൽ ഹറാമു ബയ്യിനുൻ വൽ ഹലാലു ബയ്യിനുൻ. വളരെ വ്യക്തമാണ് കേട്ടോ. ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കും. നിങ്ങളിവിടെ ഈ വാല് കേൾക്കാമെന്ന കൂട്ടത്തില് ധാരാളം അമുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ധാരാളം അമുസ്ലിം സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചോക്കെ, എനിക്ക് ധാരാളം അമുസ്ലിം സുഹൃത്തുക്കളുള്ളതാ. ധാരാളം അമുസ്ലിം സുഹൃത്തുക്കളുണ്ട് എനിക്ക്. നാട്ടിലുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളിലും എന്നെ ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും ഒക്കെ എന്നെ ക്ഷണിക്കാറുണ്ട്. ഒരു മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ഞാൻ അതൊക്കെ പോയി കൊടുക്കാറുണ്ട്. ഇപ്പൊ മുതലൊന്നല്ല, കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പോ ഞാൻ ധാരാളം ഹിന്ദു കുടുംബങ്ങളിൽ കയറുമ്പോൾ 7 മണിക്ക് എല്ലാ ഹിന്ദു സഹോദരന്മാരെ വീട്ടിൽ ചെന്നാലും ഞാനവിടെ അത്ഭുതപ്പെട്ടു പോയി. ഒന്ന് കാണുന്ന എന്താണെന്നറിയോ? വലിയ ഡിസിപ്ലിനാ. അവരാ TV ഒന്നും തുറക്കൂല. എല്ലാവരും കുട്ടികളെ വിളിച്ചുകൊണ്ടായിട്ട് ഒരു നിലവിളക്ക് കത്തിച്ചിങ്ങനെ എന്ന് പറയാണ്, ലോകാസമസ്ത സുഖിനോ ഭവന്തു യസ്യാമതം തസ്യാമതം മതം യസ്യന്നവേദസ അവിജ്ഞാനം വിജ്ഞാനമാം വിജ്ഞാനമാം വിധാനതാ. സന്ധ്യാനാമം ചെല്ലും. ഒരു 15 മിനിറ്റ് തന്നെ കൈ ഇങ്ങനെ കൂപ്പി ദൈവത്തിനെ നമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം
നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ വീട്ടിൽ TV ഓണാക്കാൻ സമ്മതിക്കും. നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാരെ വീട്ടിൽ പോയപ്പോൾ കണ്ടത്, വൈകുന്നേര സമയത്ത് ഒരു കുരിശ് കൊണ്ടുവന്ന് വെച്ച് മെഴുകുതിരി എത്തിയിട്ട് മുട്ടുകൊച്ചിരുന്ന് അവർക്ക് ന്യായമറിയത്തിനോട് പ്രാർത്ഥിക്കുക, കർത്താവായ യേശുവേ അങ്ങനെയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഭൂമിയിലുള്ള എല്ലാവർക്കും നല്ലത് വരുത്തണമേ. അപ്പൊ വയസ്സായിരിക്കുന്ന അച്ഛനമ്മച്ച അപ്പച്ചമ്മച്ചനൊക്കെ ബാക്കിൽ എന്ന് പറയാം ആമേൻ. മുസ്ലിമിന്റെ വീട്ടിൽ പോയപ്പോഴോ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മഗ്‌രിബിന്റെ സമയമായാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കളെ വീടിന്റെ അകത്തേക്ക് കയറ്റണം, വാതിലുകൾ കൊട്ടിയടക്കണം, വാതിലുകൾ അകത്തുനിന്ന് നോക്കിടണം. ആ സമയത്ത് ഭൂമിയുടെ അടിഭാഗത്തുനിന്നൊരു പിശാച് പൊട്ടിമുളക്കുന്ന സമയമാണ്. നിങ്ങൾ വീടിന്റെ അകത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങൾ പറയണം എന്ന് പറയുന്ന മുസ്ലിം വീടുകളില് മഗ്‌രിബ് കറക്റ്റായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? നിങ്ങളുടെ മകൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ടോ? 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ പനിഷ്മെന്റ് ചെയ്യുകയും വേണമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ ആളുകളെ അതിന്റെ ആദർശത്തുനിന്ന് തെന്നുമാറിപ്പോയപ്പോ ഈ നാട്ടിലെ ഹിന്ദുവായി ജീവിക്കുമ്പോ, ഈ നാട്ടിലെ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോ, ഈ നാട്ടിലെ നിരീശ്വരവാദം തുറന്ന് സമ്മതിച്ച് അടിമുറച്ചു നിൽക്കുമ്പോ ഈ ലോകത്തെ മുസ്ലിങ്ങളെ കാഫിറല്ലാതെ മുസ്ലിമല്ലാതെ നിരീശ്വരവാദമില്ലാത്ത ഒരു ബൈനയായിപ്പോ